ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഏറെ നിർണായക വർഷമാണ് 2024. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് 2024 ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്ന വർഷമാക്കി മാറ്റുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കൽ, പ്രധാന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ എന്നിങ്ങനെ ഗൗരവമേറിയ പലതിനും ഈ വർഷം സാക്ഷ്യം വഹിക്കും. ലോക്സഭാ പോരാട്ടത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട തുറുപ്പുചീട്ടും BJPയുടെ പ്രഖ്യാപിത അജണ്ടകളിൽ ഒന്നുമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ്. 7 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിലുള്ള സുപ്രീം കോടതി വിധി പ്രകാരമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കൂടി ഈ വർഷം നടക്കാനുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ പാകത്തിലുള്ള സംഭവ വികാസങ്ങൾക്കാണ് 2024 സാക്ഷ്യം വഹിക്കുക എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഹിന്ദുത്വ കാർഡിൽ BJP 3ാം ടേമിലേക്ക് കടക്കുമോ, അതോ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഒന്നിച്ചു നിന്ന് BJP തരംഗം മറികടക്കാൻ പ്രതിപക്ഷ മുന്നണിക്ക് സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കും 2024 ഉത്തരം പറയും. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിമറിച്ച ഒരു നിർണായക നിമിഷമായിരുന്നു. ഇനി മുതൽ അവിടം രാമക്ഷേത്ര നഗരമായി അറിയപ്പെടും. ജനുവരി 22 രാമക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ 30 പുനർവികസിപ്പിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷനും ഒരു പുതിയ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു റാലിയെ അഭിസംബോധന ചെയ്തിരുന്നു. ജനുവരി 22 ക്ഷേത്രം തുറക്കുന്നതോടെ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ അഭിസംബോധന. മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അയോധ്യയിൽ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ക്ഷേത്ര നഗരി പാരമ്പര്യത്തെയും ആധുനിക വികസനത്തെയും ഒരുമിച്ച് ചേർക്കുന്നുണ്ട്. അതായത് ഭരണകക്ഷിയായ BJPയുടെ കാഴ്ചപ്പാടിൽ ഇത് രാജ്യത്തിന്റെ ദേശീയ മഹത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതാണ് മോദി സൂചിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ നടക്കാൻ പോകുന്ന വെറും തെരഞ്ഞെടുപ്പല്ല, മഹായുദ്ധമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതെങ്കിലും നിശ്ചയിച്ചതിലും നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ BJP കൈക്കൊണ്ട തീരുമാനങ്ങളും പ്രതിപക്ഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാവുകയാണ്. അതിനാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് രാജ്യമുള്ളത്. തുടർഭരണത്തിനായുള്ള 3ാം തെരഞ്ഞെടുപ്പ് BJP വലിയ ആത്മവിശ്വാസത്തോടെയാണ് നേരിടാൻ ഇറങ്ങുന്നത്. ജനുവരി 14 രാഹുൽ ഗാന്ധി ആരംഭിക്കുന്ന ഭാരത് ന്യായ യാത്ര വരുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നതാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് ഭരണം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കും 2024 ഏറെ നിർണായകമാണ്.